പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ സന്തോഷം. ധരിച്ചവർക്ക് ഒരുപാട് ഗുണമുണ്ടെന്ന് നമ്മളെ വിളിച്ച് പറയുകയും ഒരുപാട് ഉപദേശങ്ങൾ നമ്മളിൽ നിന്ന് തേടുകയും ചെയ്യുന്നതിൽ അതിലുപരിയായിട്ടുള്ള സന്തോഷം എല്ലാ പേരോടും സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ രക്തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസുകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അതിലുപരി ഞാനിന്ന് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നതാണ്, നമുക്ക് ഒരു വിവാഹ തടസ്സം, ശത്രു ദോഷം, അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടൊരു ഭയം, ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വച്ചിട്ട് നമുക്ക് ഏത് ധരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ, അതും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായിട്ട് അറിയില്ല അവർക്ക്, അങ്ങനെയുള്ളവർ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് മാനസികമായിട്ടുള്ള നിലപാടുകൾ, മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, ദുരിതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രക്രിയകൾ ഈ രക്തങ്ങളിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു രക്തമാണ് ഇന്ദ്രനീലം. ഇന്ദ്രനീലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ശത്രുദോഷമാണ്. നമുക്ക് മേൽ ഭവിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും മാറ്റുക എന്നുള്ളതാണ് ഇന്ദ്രനീലത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റിയുള്ള ഒരു ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ ഇന്ദ്രനീലത്തെക്കുറിച്ച് പറയാൻ കാരണം, ആദ്യം ഞാൻ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് എന്ന് സംസാരിക്കുന്നതിൽ ഒന്ന് ശത്രുദോഷവും ഒന്ന് വിവാഹ തടസ്സവുമാണ്. അപ്പോൾ ഈ ശത്രുദോഷത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. നമുക്ക് ശത്രുദോഷം എന്ന് പറയുന്നത്, നമുക്കൊരു ശത്രു എന്ന് പറഞ്ഞൊരാൾ നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുന്ന എല്ലാ പേരും ഒരേ തരത്തിലാണ് നമ്മളെ നോക്കുന്നത് എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി നോക്കുന്നവരുണ്ട്, തെറ്റായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി നോക്കുന്നവരുണ്ട്, കളിയാക്കാൻ വേണ്ടി നോക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഓരോ എനർജി, ഓരോ കോസ്മിക് എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് റിസീവ് ചെയ്യുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എനർജി നമ്മുടെ ശരീരം റിസീവ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോവുകയും അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിൽ ശത്രുദോഷം എന്ന് പറയുന്നൊരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന, രത്നങ്ങളിൽ ആശ്രയിക്കാൻ പറ്റുന്ന പ്രയോറിറ്റി ഉള്ളൊരു സ്റ്റോണാണ് ഇന്ദ്രനീലം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നമുക്കൊരു, മിക്ക ആൾക്കാരും പറയും ഇതിന് എപ്പോഴും ഒരു ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ പെൻഡൻ്റായിട്ട് ധരിക്കൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഈ പെൻഡൻ്റായിട്ട് ധരിക്കുന്നത് കൊണ്ട് ഈ രത്നങ്ങളിൽ ഒരു ഗുണവുമില്ല എന്നും, നമ്മൾ പെൻഡൻ്റായിട്ട് ധരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കൈകളിലാണ്. അപ്പോൾ കയ്യിലൊരു റിങ് ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി നമുക്ക് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് ആ എനർജി പാസ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് രക്തമാണോ നമ്മൾ ധരിക്കുന്നത് ആ രക്തത്തിൻ്റെ കറക്റ്റായിട്ടുള്ള എനർജി നമ്മളുടെ ബ്രെയിനിലേക്ക് പോവുകയും അത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റിയുമാണ്, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ തെറാപ്പിയുമാണ് രക്തങ്ങൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ പെൻഡൻ്റായിട്ട് നമ്മൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തിനാണ് പെൻഡൻ്റ് എന്ന്? ഈ പെൻഡൻ്റ് എപ്പോഴും നമ്മളെ ഹൃദയത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഹൃദയത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ, ഹൃദയത്തിലെന്ന് പറയുമ്പോൾ രണ്ട് തരം പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഉണ്ട്, അശുദ്ധ രക്തങ്ങൾ പുറത്തേക്ക് തള്ളുന്നൊരു വ്യവസ്ഥയും ഹൃദയമുണ്ട്. അപ്പോൾ ഹൃദയത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള റേഡിയേഷൻ കൊടുക്കുന്നത് കാരണം ആ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് പെൻഡൻ്റായിട്ട് ധരിക്കുന്നതിൽ യാതൊരു തരത്തിലും ഒരു കൺസേൺ വയ്ക്കാത്ത ഒരാളാണ്. പെൻഡൻ്റായിട്ട് ധരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരോട്, എന്നെ ശ്രമിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, നമ്മളെപ്പോഴും രത്നങ്ങൾ ധരിക്കുമ്പോൾ കയ്യിൽ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കയ്യിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പാത്തും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വിഷയം മാർക്കറ്റിൽ കേൾക്കുന്നത്, സമ്പന്നർക്ക് ഒരു രത്നവും പാവപ്പെട്ടവർക്ക് വേറൊരു രത്നവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും രത്നങ്ങളിൽ സമ്പന്നരെന്നോ പാവപ്പെട്ടവരെന്നോ മിഡിൽ ക്ലാസ് എന്നോ ഇല്ല. രത്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടിയിട്ട് പ്രകൃതി രൂപാന്തരപ്പെടുത്തിയതായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ രത്നങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് സമ്പന്നനും പാവപ്പെട്ടവനായാലും ഭഗവാന്റെ മുമ്പിൽ എല്ലാ പേരും ഒരുപോലെയാണ്, പ്രകൃതിയുടെ മുമ്പിൽ എല്ലാ പേരും ഒരുപോലെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ രത്നങ്ങൾ ധരിക്കുക എന്ന് പറയുന്നതിൽ, ഇപ്പോൾ സമ്പന്നർക്ക് വേണ്ടി ബ്ലൂ സഫയർ ധരിക്കുക, പാവപ്പെട്ടവർ അതിൻ്റെ ഉപരക്തം ധരിക്കുക.
ഇതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു ലോജിക്കാണ്. ആ ലോജിക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബ്ലൂ സഫയർ എന്ന് പറയുന്ന, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ശത്രുഭയം, ബ്ലൂ സഫയർ ധരിക്കുക എന്നുള്ളത് അതിലടങ്ങിയിരിക്കുന്ന മിനറൽസും അതിലുണ്ടാകുന്ന റേഡിയേഷനും കാരണം അത് കൃത്യമായിട്ടുള്ള ഗുണം അതിലുണ്ടാകുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഈ ബ്ലൂ സഫയർ മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ അതിൻ്റെ ഉപരത്നം ധരിക്കുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ബ്ലൂ സഫയറിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ബ്ലൂ സഫയറിലേ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ ഉപരത്നത്തിൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ ഉപരത്നം ധരിച്ചത് കൊണ്ട് അങ്ങനൊരു ഗുണവും ആർക്കും ഉണ്ടാകത്തില്ല. ഇതൊക്കെ കല്ലുകളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യവും വ്യക്തമായിട്ടുള്ള കല്ലുകളെക്കുറിച്ചുള്ള ധാരണയും ഒന്നുമില്ലാതെ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ പൊതുവിൽ ഇങ്ങനെ പറയുന്നതും അതനുസരിച്ചിട്ട് ഒരു വിവാഹം പ്രവർത്തിക്കുന്നതുമാണ്. ബ്ലൂ സഫയർ ഭയങ്കരമായിട്ടുള്ള വിലയാണ്, അല്ലെങ്കിൽ ക്യാരറ്റിന് നല്ല നല്ല രത്നം വേണം, നല്ല ഒരു നീലം രത്നം വേണമെങ്കിൽ അതിനത്ര വിലയുണ്ട് എന്നുള്ളതല്ല. നമ്മൾ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞൊരു രത്നമാണ് നിങ്ങൾക്ക് ധരിക്കേണ്ടതായിട്ട് വന്നാൽ അതിൽ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. രത്നം ഒരുപോലെയാണ്. രത്നം മണ്ണിൻ്റെ അടിയിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന ഒരേ ഘടനയിലാണ്. അതിൽ പാവപ്പെട്ടവർക്ക് ഒരു സെക്ഷൻ മാറ്റി വെച്ചിട്ട് പണക്കാർക്ക് ഒരു സെക്ഷൻ മാറ്റി വെച്ച് അങ്ങനെ രത്നമേഖലയിലേ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ അസംബന്ധമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഈ ശത്രുഭയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. പുറമേയുള്ള ആക്രമണം, മാനസികമായിട്ടുള്ള വിഭ്രാന്തി. ഈ മാനസികമായിട്ട് നമുക്കെപ്പോഴും അകാരണമായിട്ട് ഒരു ഭയം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊരു ചിന്ത, വ്യാകുലത, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുവിൽ രത്നശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ശത്രുഭയത്തിൽ നിന്നും മാനസികമായിട്ടുള്ള വിഭ്രാന്തിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന കവചം എന്ന് പറയുന്നത് ഇന്ദ്രനീലം തന്നെയാണ്. അതാണ് ഇന്ദ്രനീലം ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നും ഏറ്റവും മോസ്റ്റ് പ്രീഷ്യസ് എന്നും പറയാൻ കാരണം, ഇന്ദ്രനീലത്തിൽ നിന്ന് വരുന്ന എനർജി അത് വളരെ ഹൈ ആണ്. അത് നമ്മുടെ ശരീരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ റീഫ്രഷിങ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന എനർജിയാണ്, ഒരു റേഡിയേഷനാണ് നമ്മൾ ഇന്ദ്രനീലം ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇന്ദ്രനീലം നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എനർജി, ആ എനർജിയിൽ നിന്ന് നമുക്കിങ്ങനെയുള്ള ഭയങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ വ്യാകുലത, നമ്മുടെ മനസ്സിൻ്റെ ആദി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. അതേസമയം ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നൊരു അഭിപ്രായമാണ് വിവാഹത്തിന് തടസ്സം. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് യെല്ലോ സഫയറാണ്, മഞ്ഞൾ പുഷ്യരാഗമാണ്. ശത്രുഭയത്തിനും മാനസികമായിട്ടുള്ള വിഭ്രാന്തിക്കും ഇന്ദ്രനീലമാണെങ്കിൽ, വിവാഹ തടസ്സത്തിന് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്. യെല്ലോ സഫയർ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന മിനറൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ടാവുന്നൊരു എനർജി എന്ന് പറയുന്നത്, നമുക്ക് എന്ത് കാര്യത്തിനാണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ കാര്യത്തിലേക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. തടസ്സങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരികയും അത് മാറിപ്പോവുകയും ചെയ്യും. നമ്മളെ ചിന്തയാണ്, നമ്മുടെ നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്. നമ്മളൊരു നാളൊരു ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്. അയാൾ ബിസിനസ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോയി, പകുതി വഴിയിൽ വെച്ച് അയാൾക്കൊരു കോൾ വരികയാണ്, ഇത് തടസ്സപ്പെട്ടു, നിങ്ങൾ 5 ദിവസം കഴിഞ്ഞിട്ട് ബന്ധപ്പെടൂ എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ളതും വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു, കല്യാണം ചില വൃത്തിയായിട്ടുള്ളൊരു വിഷയങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചില വിഷയങ്ങളിൽ ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് കല്യാണം എല്ലാം ഉറപ്പിച്ചതിന് ശേഷം കല്യാണ ഡേറ്റ് ഒരു 2 ദിവസം മുമ്പ് ആ കല്യാണം മുടങ്ങുക, അല്ലെങ്കിൽ 10 ദിവസം കിടക്കുക കല്യാണം മുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നടക്കുന്നില്ല, പ്രായം കൂടി വരികയാണ്, കല്യാണം നടക്കുന്നില്ല, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ യെല്ലോ സഫയർ ധരിക്കുന്നത് അത്യുത്തമമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോന്നിനുള്ള എനർജി, ഇത് ഞാൻ ഈ നമ്മൾ രാശി നോക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനുള്ള എനർജി മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു യെല്ലോ സഫയർ നമ്മൾ നമുക്ക് ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, നമുക്ക് പുതിയ വഴികൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്താനുള്ള ഒരു സ്രോതസ്സും അതിനുള്ള ഒരു ആക്ടിവേഷൻ എനർജിയും യെല്ലോ സഫയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രത്നങ്ങളിൽ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ഘടനയിലുള്ള രത്നങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ അത് പല ഘട്ടങ്ങളിൽ നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ്. നമ്മൾ അങ്ങനെ രത്നങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കുണ്ടാവുന്ന എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് പാസ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് എന്നൊരാൾ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
ഇപ്പം പുള്ളിക്ക് ഒരു കയ്യിൽ ഒരുപാട് സ്റ്റോൺസ് ധരിച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത സ്റ്റോണുകളാണ് ധരിക്കുക. പക്ഷെ അത് എത്രത്തോളം അദ്ദേഹത്തെ റിയാക്ഷനിൽ വിധേയമായി. നമ്മൾ തമാശയ്ക്ക് പോലും ഒരു വ്യക്തി കാറ്റ്സൈ ധരിക്കാൻ പാടില്ല. ചുമ്മാ വെറുതെ ഒരു ഷോ ഓഫിന് പോലും ഒരു കാറ്റ്സൈ ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തുകൊണ്ടാണ്? അതും ക്രിസോബ്രിൽ കാറ്റ്സൈ എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുള്ളാണ്. രാഹുവിൻ്റെ സ്റ്റോണാണ്. ഇറ്റ്സ് വെരി ഹൈ. അല്ല, റേഡിയേഷൻ എന്ന് പറയുന്നത് ധരിക്കേണ്ട രീതിയിൽ ധരിക്കേണ്ട ആൾക്കാർ ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ കാറ്റ്സൈ ധരിച്ചാൽ അത് വളരെ അതിൻ്റെ പരിണതഫലം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ ഒരു രത്നങ്ങളും വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് നമ്മൾ ധരിക്കാതിരിക്കുക. നമ്മൾ ധരിച്ചില്ലെങ്കിൽ ധരിച്ചില്ല എന്നേ ഉള്ളൂ. നമ്മൾ ധരിക്കുന്ന രത്നങ്ങൾ, ഞാൻ പറയുന്നത് ഇത് ക്വാളിറ്റിയുള്ള രത്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ പോയിട്ടൊരു ഗ്ലാസ് മേടിച്ച് ധരിച്ചതുകൊണ്ട് പ്രശ്നമില്ല, നമ്മളൊരു സിന്തറ്റിക് മേടിച്ച് ധരിച്ചുകൊണ്ട് പ്രശ്നമില്ല, നമ്മളൊരു ഒപ്പാക്ക് വന്നിട്ടുള്ളൊരു സാധനം വാങ്ങിച്ച് ധരിച്ചുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ രത്നങ്ങൾ നമ്മൾ വില കൂടിയ രത്നങ്ങൾ വാങ്ങിച്ച് ധരിക്കുമ്പോൾ വെറുതെ അതിൻ്റെ കളർ കൊള്ളാലോ. ഇപ്പോൾ റൂബിയല്ലേ നല്ല ചുവന്നിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ കൈ നല്ല വെളുത്തതാണ്, ചുവന്നത് നല്ല ചേരും, ധരിക്കാൻ പാടില്ല. അതേ സമയത്ത് നമ്മൾ ഈ കല്ലുകൾ, ഈ ഓർണമെൻറ്റ്സ്, അപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞതാണ്, ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് അതൊരു വേറൊരു മേഖലയാണ്. അപ്പോൾ ഓർണമെൻറ്റ്സ് ധരിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും കല്ലുകളിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വാളിറ്റി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഹൈ വാല്യൂ ഉള്ള എമറോൾഡ്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് എമറോൾഡ് വെച്ച് എമറോൾഡ് നെക്ലേസ് ആരും ചെയ്യാറില്ല. പക്ഷേ എത്രയോ എമറോൾഡ് നെക്ലേസ് ഉണ്ട്. അത് ഏറ്റവും ബേസ് മോഡലിലുള്ള സ്റ്റോൺസ്, അതിലൊരു പവറോ എനർജിയോ ഒന്നും മൂവ് ആവില്ല. ഡയമണ്ട് അവർ ചെയ്യുന്ന 5 സെൻറ്റ് 10 സെൻറ്റ് ഇങ്ങനെയുള്ള കാറ്റഗറീസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരൊറ്റ ക്യാരറ്റിൻ്റെ ഡയമണ്ട് നെക്ലേസ് ക്യാരറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടില്ല. പക്ഷെ അത് അനേകായിരം ചെറിയ ചെറിയ കല്ലുകൾ വെച്ച്, മിക്കതും ലാബ് ഗ്രൗണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ രത്നങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ധരിക്കുമ്പോൾ, നമ്മൾ ഓരോ രത്നങ്ങളും നമ്മുടെ കയ്യിലേക്ക് ധരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു ഫാൻറ്റസിക്ക് വേണ്ടിയിട്ട് ധരിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഫാൻറ്റസിക്ക് വേണ്ടി എത്രയോ റിങ്സും കാര്യങ്ങളുണ്ട്, അതൊക്കെ ധരിക്കാം. രത്നങ്ങളിൽ കൈവയ്ക്കുമ്പോൾ രത്നങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യവാനാകുകയും അതിടുമ്പോഴുള്ള എനർജി എന്താണെന്ന് മനസ്സിലാക്കുകയും. ഇപ്പം ഞാനൊരു രത്ന വ്യാപാരിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ധരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പോൾ അവർക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു രത്നം മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അല്ലാത്തൊരു രത്നം ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന വ്യാകുലം അവർ രണ്ടാമത്തെ ദിവസം എന്നെ വിളിക്കും, ഉറപ്പല്ലേ? അപ്പോൾ ഇതിലൊരു സത്യസന്ധതയുണ്ട്. ഈ രത്ന വ്യാപാരത്തിൽ സത്യസന്ധമായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന രത്നങ്ങളുടെ ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന രത്നങ്ങളുടെ ആ ഒരു ട്രാൻസ്പറൻസി, ഇതെല്ലാം ദൈവികമായിട്ടും ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ നമ്മളെ ദൈവം മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഞാനിപ്പോൾ വിവാഹ തടസ്സത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വിവാഹ തടസ്സം ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നല്ലൊരു റെമഡിയാണിത്. രത്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവറുപൂല വാരി ധരിക്കുന്നതല്ല. വിവാഹം ധരിക്കണം. വിവാഹ തടസ്സത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രത്നമായിട്ട് നമുക്ക് യെല്ലോ സഫയറിനെ കാണാം. ആ യെല്ലോ സഫയർ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റിയാൽ, നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത് കൃത്യമായിട്ട് നിങ്ങളെ കല്യാണത്തിലേക്ക് കലാശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് വളരെ കോൺഫിഡൻറ്റോടുകൂടിയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ രത്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് നമുക്ക് പ്രകൃതി രത്നങ്ങളിലൂടെ ഒരുപാട് വിഷയങ്ങൾക്കുള്ള സൊല്യൂഷൻ, റെമഡീസ്. അത് നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് റെമഡീസ് ഉണ്ട്. അതിലൊരു റെമഡീസ് പോലെ ഈ രത്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. ആ ഉപയോഗമാണ് ഞാൻ വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലുള്ളവർക്ക്, പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, പല ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ രത്നം ധരിക്കാം. അതിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ളത് സ്വയമായിട്ട് ധരിച്ച് വിലയിരുത്തേണ്ട കാര്യമാണ്. നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്തൊരു വേദനയുണ്ട്. ഈ വേദന നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് എനിക്കിവിടെ വേദനയുണ്ടെന്ന് പറയാൻ പറ്റും. എത്ര മാത്രമാണെന്ന് പറയാൻ പറ്റുമോ?
ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്കിപ്പം വയറ് വേദനയുണ്ട്, എനിക്ക് വേദനയുണ്ട്, ആ വേദന ഡോക്ടർ നോക്കിയ വേദന, ഈ വേദന അനുഭവിക്കുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കുണ്ടാകുന്ന വേദനയുടെ ഭാരം എത്രയാണ്, അതിൻ്റെ വ്യാപ്തി എത്രയാണ്, അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ആ വേദന അനുഭവിക്കുന്നു എന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് മറ്റൊരാളടുത്ത് പറയുന്നതിന് പരിമിതികളുണ്ട്. അതാണ് പ്രപഞ്ചം. അവിടെയാണ് നമ്മൾ ഈശ്വരനോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു വേദനയുണ്ടെങ്കിൽ ആ വേദന മറ്റൊരാളടുത്ത് പങ്കുവയ്ക്കാൻ ആ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത എന്താണെന്ന് അറിയാൻ സാധിക്കൂ. അത് മറ്റൊരാളടുത്ത് പറയുമ്പോൾ ആ വേദനയുടെ വ്യാപ്തി എന്താണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ വിശ്വാസപൂർവ്വമുള്ള സമീപനം സ്വീകരിക്കണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ബോധ്യപ്പെടേണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ഘട്ടങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലുമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഇന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നതിനിടയിൽ എത്രയോ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒരുപാട് സന്തോഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിതമെന്നും ആ ജീവിതമാണ് നമ്മുടെ ബോധ്യപ്പെടുത്തൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രത്നങ്ങളെന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് റിയാലിറ്റിയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമോ ഒന്നുമല്ല. രത്നങ്ങൾ ധരിക്കേണ്ട രീതിയിൽ ധരിച്ചാൽ അതിൻ്റെതായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും പ്രസക്തിയില്ല. രത്നം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഏറ്റവും എനർജൈസ് ചെയ്യാൻ പറ്റുന്ന, ഇന്ന് കിട്ടാവുന്ന ഏത് മെറ്റീരിയലിനെക്കാട്ടി കൂടുതൽ പ്രകാശത്തിൽ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് രത്നവും. അതുപോലെ ആയിരിക്കണം നമ്മുടെ എനർജി എപ്പോഴും വളരെ പോസിറ്റീവായിട്ടും നല്ല ചിന്താഗതികളുമായിട്ടും ഇരിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.